ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ മാഗി നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു 1/4 ഭാഗം സവാളയും ഒരു പച്ചമുളകും കൂടി നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് പൊട്ടിച്ച് ആ നൂഡിൽസ് നമുക്ക് ആവശ്യത്തിനുള്ള നൂഡിൽസ് എടുക്കാം. ഞാനിവിടെ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് ചിക്കൻ്റെ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ മസാലയിലൊക്കെ നല്ല ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരുപാട് മല്ലിയിലയൊന്നും വേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. ഒരു തോനെ നമ്മൾ ചേർക്കുമ്പോൾ ഒരു കുത്തലാണ് കേട്ടോ. നമ്മുടെ മാഗി നൂഡിൽസൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. ഒരു ഹെൽത്തിന് വേണ്ടി നമുക്കൊരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയാണ് നൂഡിൽസ് തയ്യാറാക്കിയത്. ഓൾറെഡി രാവിലെ നമുക്ക് കഴിക്കാനൊക്കെ പുട്ടും പഴമൊക്കെ ഉണ്ടായിരുന്നത് മോനത് വേണ്ടാത്തതുകൊണ്ട് നൂഡിൽസ് തയ്യാറാക്കിയതാണ്. നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ലൊരു മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ റെഡിയാക്കിയ നൂഡിൽസൊക്കെ ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗാർണിഷിനായിട്ട് ഒരു ഇതള് മല്ലിയില ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും കാണാനും നല്ല ഭംഗിയാണ്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.